بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. أيها الطلاب الأعزة، مرحبا بكم جميعا إلى الدرس الجديد. اليوم نتكلم عن موضوع مهم إن شاء الله، التعريف عن الوطن. വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് പുതിയ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാം എന്നതായിരുന്നു പറഞ്ഞു വെച്ചത്. കേരളം, വിലായത്തി കേരള, വിലായത്തുൻ മഷ്ഹൂറത്തുൻ മഅറൂഫ വഹിയ തഖഉ ഫി ജനൂബിൽ ഹിന്ദ് വഫീഹ കസീറുൻ മിനൽ അഷ്യാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോ കേരളത്തിൻ്റെ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വർക്കുകളുമൊക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്. നമുക്കൊക്കെ വലിയ ഒരു രാജ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ കൂട്ടത്തിലൊന്നായ നമ്മുടെ രാജ്യം, ഒരുപാട് ജനസംഖ്യകൾ ഉള്ള ഒരു രാജ്യം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആളുകളും നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വിഷയം വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കൂടുതൽ വർക്കുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വതനി, എൻ്റെ രാജ്യം. എൻ്റെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് അറബിയിൽ എന്തൊക്കെ പറയാൻ പറ്റും? അതിൻ്റെ ചെറിയ ഒരു മോഡൽ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കൂടുതൽ നമുക്കിനിയും പഠിക്കാം. വിശാലമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായി നമ്മുടെ കൂടെയുള്ളത് ഇന്ന് റഫീഖാണ്. റഫീഖ് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. റഫീഖിൻ്റെ ഭാഷയിലൂടെ, സംസാരത്തിലൂടെ നമുക്ക് നമ്മുടെ ഭാഷയും നമ്മുടെ സംസാരവുമാക്കി അത് നമുക്ക് മാറ്റാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. വതനി അൽ ഹിന്ദ്, എൻ്റെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. നമ്മളെപ്പോൾ പ്രതിജ്ഞയിൽ പറയാറുണ്ട് വതനി അൽ ഹിന്ദ്. വതനി എൻ്റെ രാജ്യം, അൽ ഹിന്ദ് ഇന്ത്യയാണ്. ഇനി തിരിച്ചും പറയാം, അൽ ഹിന്ദു വതനി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. വതനി അൽ ഹിന്ദ്, ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. രണ്ട് രൂപത്തിലും പറയാം, രണ്ടും ശരി തന്നെയാണ്. അൽ ഹിന്ദു വതനി, വതനി അൽ ഹിന്ദ്. ഓക്കെ. തഖഉ ഫി ജനൂബി ആസിയ. ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ. ഏഷ്യയുടെ ജനൂബ് ഭാഗത്തായിട്ടാണ്. ജനൂബ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയുടെ ജനൂബ് ഭാഗത്തിലാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്, ഇന്ത്യ നിലനിൽക്കുന്നത്. ഉഹിബ്ബുൽ ഐഷ ഫീഹ. ഉഹിബ്ബു, എന്താണ് ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ? ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലവ്. ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ ഐഷ ഫീഹ, ഇന്ത്യയിൽ താമസിക്കാൻ. അപ്പോൾ ഇന്ത്യയിൽ താമസിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുൽ ഐഷ ഫീഹ. വഹിയ, അത് അഥവാ ഇന്ത്യ, ബിലാദുൻ ജംഹൂരിയത്തുൻ കബീറത്തുൻ വമഷ്ഹൂറ. ബലദുൻ എന്ന് മതി. ബലദുൻ ജംഹൂരിയുൻ മഷ്ഹൂർ എന്നും പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബിലാദ്, ഒരുപാട് നാടുകൾ ഒരുമിച്ച് കൂടുന്ന രാജ്യം എന്ന മാനയിൽ. ബിലാദുൻ ജംഹൂരിയത്തുൻ
കബീറത്തുൻ വമഷ്ഹൂറ, അല്ലെങ്കിൽ ബിലാദുൻ ജംഹൂരിയത്തുൻ കബീറത്തുൻ വമഷ്ഹൂറ. അത് ബലദ് എന്നാക്കിയാലും മതി, അല്ലെങ്കിൽ വത്വന് എന്നും നമുക്ക് പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വത്വനുൻ ജംഹൂരിയുൻ കബീറുൻ വമഷ്ഹൂറുൻ. ബലദുൻ ജംഹൂരിയുൻ കബീറുൻ വമഷ്ഹൂറുൻ. ഒരുപാട് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നാട് എന്ന ഒരർത്ഥത്തിൽ വഹിയ ബിലാദുൻ ജംഹൂരിയത്തുൻ കബീറത്തുൻ വമഷ്ഹൂറ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ജംഹൂരിയത്ത് എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്, ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. അതോടൊപ്പം തന്നെ കബീറത്തുൻ വലിയ നാടാണ്, വമഷ്ഹൂറത്തുൻ പ്രസിദ്ധമായ നാടുമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. വഫീഹ ഇന്ത്യയിലുണ്ട് 29 വിലായ 27 സ്റ്റേറ്റുകളുണ്ട്. വഫീഹ ഇന്ത്യയിലുണ്ട് 29 വിലായ 29 വിലായ 27 29 29 വിലായ 29 സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകളുണ്ട് എന്ന്? വഫീഹ 29 വിലായ. അൽ ഹിന്ദു വതനി, അൽ ഹിന്ദു വതനി ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇനി ഇന്ത്യ എല്ലായിടത്തും പ്രസിദ്ധമാണ്. ബലദി ജംഹൂരിയുൻ കബീറുൻ വമഷ്ഹൂറുൻ. എൻ്റെ രാജ്യം റിപ്പബ്ലിക്കാണ്, വലിയതാണ്, പ്രസിദ്ധവുമാണ്, എല്ലാവർക്കും അറിയുന്ന നാടുമാണ്. അതുപോലെ എൻ്റെ നാട്ടിൽ 29 സ്റ്റേറ്റുകളുണ്ട്. വൽ അമാകിനു താരിഖിയ്യ, അമാകിൻ നമ്മൾ നേരത്തെ പഠിച്ചു. അൽ അമാകിൻ അസ്സിയാഹിയ്യ, ടൂറിസ്റ്റ് പ്ലേസസ്. വൽ അമാകിൻ ഇവിടെ നമ്മൾ പഠിക്കുന്നത് വൽ അമാകിൻ അത്താരിഖിയ്യ, താരീഖ് എന്ന് പറഞ്ഞ ചരിത്രം. അപ്പോൾ ഹിസ്റ്റോറിക് പ്ലേസസ്, ചരിത്രപരമായ ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് എൻ്റെ നാട്ടിൽ. മിസ്ല താജ്മഹൽ, താജ്മഹൽ പോലത്തെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. അതെവിടെയാണ് നിലനിൽക്കൊള്ളുന്നത്, അതിലെന്തൊക്കെയാണുള്ളത്, എന്ത് നാടാണ്? ബലദുൻ ജംഹൂരിയുൻ മഷ്ഹൂറുൻ കബീർ. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പുകളായി പറയാൻ കഴിയും. അടുത്തത് നമുക്ക് നോക്കാം. റഫീഖ് നമ്മളോട് വീണ്ടും സംസാരിക്കുകയാണ്. അൽ ജൗവു ഫീഹാ ബാരിദുൻ ഫിശ്ശിതാഇ വഹാറുൻ ഫിസ്സൈഫ്. വളരെ ശ്രദ്ധിക്കണം. ഒരു നാട് പറയുമ്പോൾ ആ നാട്ടിലുള്ള ക്ലൈമറ്റിനെ കുറിച്ച് നമ്മൾ പറയും, അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ വലിയ തണുപ്പുള്ള നാടുകളാണെങ്കിൽ അവിടെ ഭയങ്കരമായ തണുപ്പാണ് എന്ന് പറയും. അല്ലെങ്കിൽ ചൂടുള്ള അറേബ്യൻ പ്രദേശങ്ങളെ പോലത്തതാണെങ്കിൽ നമ്മൾ പറയും അവിടെയൊക്കെ ഭയങ്കര ചൂടാണ് എന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഇവിടെ അൽ ജൗവ്, ജൗവ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ്, പരിസ്ഥിതി. അൽ ജൗവ് ക്ലൈമറ്റ്. അൽ ജൗവ് ഫിഹ ഇന്ത്യയിൽ പരിസ്ഥിതി. ബാരിദുൻ അത് തണുപ്പുള്ളതാണ്. ഫിഷിത ഈ തണുപ്പ് കാലത്ത്. ഷിത എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. അപ്പം തണുപ്പ് കാലത്ത് തണുപ്പും. വഹാറുൻ അത് ചൂടുള്ളതാണ്. ഫിസ്വൈഫി ചൂടുകാലത്ത്. വളരെ സിമ്പിളായി പറയാം. സ്വൈഫ് എന്ന് പറഞ്ഞാൽ ചൂടുകാലം, ഷിത എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. അപ്പോൾ ബാരിദ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളത്, ഹാർ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്. അപ്പോൾ വൽ ജൗവു ഫിഹ, അൽ ജൗവു അന്തരീക്ഷം, ഹാറുൻ ഫിസ്വൈഫി എന്ന് പറയാം, അൽ ജൗവു ബാരിദുൻ ഫിശ്ശിതാഇ എന്ന് പറയാം. അപ്പം നമ്മുടെ നാട്, നമ്മുടെ ഖറിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഭയങ്കരമായ ചൂടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്? ഖറിയത്തി അൽ ജൗവു ഫിഹ, അല്ലെങ്കിൽ അൽ ജൗവു ഫി ഖറിയത്തി എൻ്റെ ഗ്രാമത്തിലുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് ഹാറുൻ ഫി അസ്സൈഫ്, ഹാറുൻ ഫി സ്വൈഫി തണുപ്പ് കാലത്ത് ഭയങ്കരമായിട്ട്, ചൂടുകാലത്ത് ഭയങ്കര ചൂടാണ്. വബാരിദുൻ ഫി ഷിതാഇ തണുപ്പ് കാലത്താകട്ടെ നല്ല തണുപ്പുമാണ്. വളരെ സിമ്പിളായി നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഭാഷ. അറബി ഭാഷയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നാട്ടിൻ പുറത്തെ ക്ലൈമറ്റ് എങ്ങനെ പറയാം? അൽ ജൗവു ഫിഹ അവിടെയുള്ള അന്തരീക്ഷം, ബാരിദുൻ ഫി ഷിതാഇ വഹാറുൻ ഫി സ്വൈഫ് തണുപ്പ് കാലത്ത് തണുപ്പുള്ളതാണ്, ചൂടുകാലത്ത് ചൂടുമുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലാക്കിൻ പക്ഷേ ഫസ്ലു റബീഇ, റബീഇ എന്ന് പറഞ്ഞാൽ റബീഇ, നമ്മൾ റബീഉൽ അവൽ റബീഉൽ ആഖിർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് റബീഇ എന്ന് പറഞ്ഞാൽ? വസന്തം. അതെ, അപ്പോൾ വസന്തകാലമുണ്ട്, സ്പ്രിംഗ് സീസൺ.
വസന്തകാലം എന്ന് പറഞ്ഞാൽ ലാക്കിൻ ഫസ്ലുർ റബീഇ, വസന്തകാലം, വസന്തത്തിൻ്റെ സീസൺ. ഫസ്ൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സീസൺ, ആ സീസൺ ആകട്ടെ ജമീലുൻ ജിദ്ദ, അങ്ങേയറ്റം ഭംഗിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ കാലത്ത്. ജമീൽ ജിദ്ദ, ജിദ്ദ നമ്മൾ നേരത്തെ പഠിച്ചു. ജമീൽ ജിദ്ദ, തയ്യിബ് ജിദ്ദ, ജയ്യിദ് ജിദ്ദ എന്നൊക്കെ പറയും. വെരി വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ ജമീൽ ജിദ്ദ വളരെ ബ്യൂട്ടിഫുള്ളാണ് ആ കാലത്ത്, റബീഇൻ്റെ സമയത്ത്, വസന്തകാലത്ത് നമ്മുടെ അന്തരീക്ഷം എന്നർത്ഥം. അടുത്തത് ഷഅബുഹ തയ്യിബ്. ഷഅബ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ. ഷഅബുഹ ഇന്ത്യൻ നാട്ടുകാർ, ഇന്ത്യൻ വംശജർ. ഷഅബുഹ ഇന്ത്യൻ നാട്ടുകാർ. തയ്യിബ് നല്ല ആളുകളാണ്. തയ്യിബുൻ നല്ല ആളുകൾ. തയ്യിബ് നല്ലത്. തയ്യിബ്, തയ്യിബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. തയ്യിബ് നല്ലത്. തയ്യിബ് നമ്മളൊരാളോട് സുഖല്ലേ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ അയാൾ പറയും തയ്യിബ്, മാഷാ അല്ലാഹ്, മബ്സൂത്ത്, അൽഹംദുലില്ലാ ബിഖൈർ, കൈഫ് ഹാലുക, അൽഹംദുലില്ലാ ബിഖൈർ, തയ്യിബ് എന്നൊക്കെ പറയും. അൽഹംദുലില്ലാ തയ്യിബ്, അൽഹംദുലില്ലാ ബിഖൈർ. അപ്പോൾ തയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അപ്പോൾ ഷഅബുഹ ഇന്ത്യയിലുള്ള നാട്ടുകാർ തയ്യിബ് നല്ലവരാണ്, നല്ല ആളുകളാണ്. ഇനി ഷഅബുഹ തയ്യിബൂൻ, അതിൻ്റെ ബഹുവചനമാക്കി ഷഅബുഹ തയ്യിബൂൻ എന്നും വേണമെങ്കിൽ പറയാം. ഷഅബുഹ തയ്യിബൂൻ, ഷഅബുഹ തയ്യിബ്, അത് രണ്ടായാലും കുഴപ്പമില്ല. യസ്കുനു അവരൊക്കെ താമസിക്കുന്നത് മഅസ്സലാമ വളരെ സമാധാനത്തോടു കൂടെയാണ്. യസ്കുനു താമസിക്കുന്നു, മഅസ്സലാമ സമാധാനത്തോടു കൂടെ. അതോടൊപ്പം വൽ അമാനി, വൽ അമാൻ നിർഭയത്വത്തോടു കൂടെ, ആരെയും പേടിക്കേണ്ട ഒരവസ്ഥയില്ലാത്ത വിധം അവർ ജീവിക്കുന്നു. വൽ അമാൻ വർ റഖാഇ വളരെ സുഭിക്ഷതയോടുകൂടെ. റഖാ എന്ന് പറഞ്ഞാൽ റഖാ ക്ഷേമം. അപ്പോൾ അവരങ്ങനെയൊക്കെയാണ് അവരാ നാട്ടിൽ താമസിക്കുന്നത്. ഇന്ത്യക്കാർ അങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് നമുക്കങ്ങനെ പറയാം, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയാം, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഖറിയത്തിനെ കുറിച്ച് നമുക്ക് പറയാം. യസ്കുനു ഷഅബു കേരള, കേരളത്തിൻ്റെ ആളുകൾ താമസിക്കുന്നു. മഅസ്സലാമത്തി വറഖാ. അല്ല, യസ്കുനു ഷഅബു ഖറിയത്തി കദ വകദ. യസ്കുനു ഷഅബു ഖറിയത്തി വളാഞ്ചേരി. യസ്കുനു ഷഅബു ഖറിയത്തി ഡാഷ് ഡാഷ് ഡാഷ്. അത് നമുക്ക് ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കാം. അവരൊക്കെ താമസിക്കുന്നു മഅസ്സലാമി വറഖാഇ വൽ അമാൻ, വളരെ നിർഭയത്വത്തോടുകൂടെ സമാധാനത്തോടുകൂടെ വളരെ സമൃദ്ധിയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്കെന്ത് ചെയ്യാവുന്നതാണ്? ഇന്ത്യയെക്കുറിച്ച് പറയാം. ഇനി മറ്റൊന്നുകൂടി, ഫിഹ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ മതത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം, അതുപോലെ നമുക്ക് ഭാഷ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാം. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഫിഹ ആ നാട്ടിലുണ്ട് അഥവാ ഇന്ത്യയിലുണ്ട് അൽ അദ്യാനുൽ മുഖ്തലിഫ, വ്യത്യസ്തമായ മതങ്ങളുണ്ട്. ദീൻ അതിൻ്റെ ബഹുവചനമാണ് അദ്യാൻ. അൽ മുഖ്തലിഫ വ്യത്യസ്തമായ. അപ്പം ഇന്ത്യയിൽ വ്യത്യസ്തമായ മതങ്ങളുണ്ട്. വൽ അഹ്സാബ് അസ്സിയാസിയ, വൽ അഹ്സാബ് അസ്സിയാസിയ. അസ്സിയാസിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, സിയാസത്ത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, അസ്സിയാസിയത്ത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ, രാഷ്ട്രീയ. അൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകൾ, പാർട്ടികൾ. അൽ അഹ്സാബ് അസ്സിയാസിയ, രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് ഇന്ത്യയിലുണ്ട്. ഫിഹ ഇന്ത്യയിലുണ്ട് അൽ അഹ്സാബ് അസ്സിയാസിയ, രാഷ്ട്രീയ പാർട്ടികൾ. ഓക്കെ, ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. നമുക്കെങ്ങനെ പറയാം? ഫിൽ ഹിന്ദി അൽ അഹ്സാബ് അസ്സിയാസിയ അൽ കസീറ. ഇന്ത്യയിൽ ധാരാളം പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇനി യതകല്ലമു അബ്നാ ഉൽ ഹിന്ദ്, ഇന്ത്യയുടെ മക്കൾ, അബ്നാ മക്കൾ. യതകല്ലമു അബ്നാ ഉൽ ഹിന്ദ്, ഇന്ത്യൻ മക്കൾ സംസാരിക്കുന്നു, അവർ പറയുന്നു എന്ത്? ലുഗാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഭാഷകൾ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അവർ സംസാരിക്കുന്നുണ്ട്. യതകല്ലം അബ്നാഉൽ ഹിന്ദ് ലുഗാത്തിൻ മുഖ്തലിഫ, യതകല്ലം അബ്നാഉൽ ഹിന്ദ് ലുഗാത്തിൻ മുഖ്തലിഫ, യതകല്ലം അബ്നാഉൽ ഹിന്ദ് ലുഗാത്തിൻ മുഖ്തലിഫ. വ്യത്യസ്തമായ ഭാഷകൾ ഇന്ത്യൻ മക്കൾ സംസാരിക്കുന്നു. മിൻഹ ആ ഭാഷയിൽപ്പെട്ടതാണ് ഏതൊക്കെ? അൽ ഹിന്ദിയ, ഹിന്ദി ലാംഗ്വേജ്, വൽ ഉർദിയ ഉറുദു ഭാഷ, വൽ ബംഗാളിയ ബംഗാൾ ഭാഷ, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാം. അൽ മലൈബാരിയ
അൽ മലയാളമീയ, അങ്ങനെ അങ്ങനെ ധാരാളം ഭാഷകളും ഇന്ത്യയിലെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി നമുക്ക് പറയാം, നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യയെക്കുറിച്ചൊന്ന് പറഞ്ഞേ എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, അറബിയിൽ ഇത് നമുക്ക് നന്നായി പഠിച്ച് ഇതിനോട് കൂടെ ചേർത്ത് മറ്റുള്ളതും നമുക്ക് പഠിച്ച് പറയാൻ പറ്റും. അൽ ഹിന്ദു വതനി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. തഖഉ വതനി അല്ലെങ്കിൽ തഖഉ അൽ ഹിന്ദു ഫി ജനൂബി ആസിയ, ഏഷ്യയുടെ ജനൂബിലാണ് എൻ്റെ ഭാരതം, എൻ്റെ ഇന്ത്യ നിലനിൽക്കുന്നത്. ഫിൽ ഹിന്ദി അദിയാനുൻ മുഖ്തലിഫ വ അഹ്സാബുൻ സിയാസിയ്യത്തുൻ മുതനവ്വിഅ. അങ്ങനെ നമുക്ക് നമ്മളുടെ ഭാഷയിലേക്ക് നമ്മൾ പഠിച്ച വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ചേർത്ത് വെച്ച് ധാരാളം പറയാൻ പറ്റും. ഇൻഷാ അള്ളാഹ് നമുക്കതൊക്കെ ഒരുപാട് പറയണം, ഒരുപാട് പഠിക്കണം. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് നൽകുന്ന പ്രവർത്തനങ്ങളുണ്ട്, വർക്കുകളുണ്ട്. ആ വർക്കുകളും നിങ്ങൾ നന്നായി ചെയ്യണം. ഇൻഷാ അള്ളാഹ് ഇങ്ങനെ ഒരുപാട് കേട്ട് ഒരുപാട് പഠിച്ച് നമ്മുടെ ഭാഷയിലുള്ള സ്കില്ലുകൾ നമ്മളിങ്ങനെ വളർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ഓരോ നിമിഷങ്ങളിലും നമ്മൾ സംസാരിക്കണം, മുഹാദസ നടത്തണം. അതോടൊപ്പം ഹിവാർ നമുക്ക് വേണം, കിതാബത്ത് വേണം, ഖിറാഅത്ത് വേണം. അൽ ഖിറാഅ വൽ കിതാബ വൽ ഹിവാർ വൽ മുഹാദസ ജമീഅൻ നഹ്താജു ഇലൈഹ, എല്ലാം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഭാഷ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോന്നോരോന്നായി നമുക്കിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. വീണ്ടും ഇത്തരം സംസാരങ്ങളുമായി ക്ലാസ്സുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതിന് നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി തയ്യാറാകണം, വീണ്ടും പറഞ്ഞു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴയ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും വൈബ്രൻ്റായി ഇങ്ങനെ നിൽക്കാൻ കഴിയും. ഇൻഷാ അള്ളാഹ് അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ സമയവും നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഉപയോഗപ്പെടുത്തി നന്നായി പഠിച്ച് നല്ല മുതഅല്ലിമീങ്ങളാകാൻ നമുക്കൊക്കെ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഊസീകും ബിദ്ദുആഇ ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. وطني الهند تقع في جنوب آسيا، أحب العيش فيها، وهي بلاد جمهورية كبيرة ومشهورة، وفيها 29 ولاية، والأماكن التاريخية مثل التاج محل. الجو فيها بارد في الشتاء وحار في الصيف، لكن فصل الربيع جميل جدا. شعبها طيب يسكن مع السلامة والأمان والرخاء. فيها الأديان المختلفة والأحزاب السياسية. يتكلم أبناء الهند لغات مختلفة، منها الهندية والأردية والبنغالية.